Welcome to my channel Maths with Cuckoo. CBSE Class 10 Maths Chapter 3 Exercise 3.2 Question number 2 Substitution Method. S minus t is equal to 3, s by 3 plus t by 2 is equal to 6. രണ്ട് ഇക്വേഷന് ഇതിൽ നിന്ന് നമുക്ക് എസും ടിയും കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കാം. എസ് മൈനസ് ടി ഇസ് ഈക്വൽ ടു 3. അതിൽ നിന്ന് എസ് കണ്ടുപിടിക്കാം. എസ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് ടി, അതായത് ലെഫ്റ്റിൽ കിടന്ന് ടി റൈറ്റിലോട്ട് പോയപ്പോൾ മൈനസ് പ്ലസ് ആയി. അങ്ങനെ എസിൻ്റെ ഒരു വാല്യൂ കിട്ടി 3 പ്ലസ് ടി. ഇനി ആ എസിൻ്റെ വാല്യൂ എടുത്ത് അടുത്ത ഇക്വേഷനിൽ കൊടുക്കാം. അതിന് മുന്നേ ആ ഇക്വേഷനെ ഒന്ന് മാറ്റാം. എസ് ബൈ 3 പ്ലസ് ടി ബൈ 2 ഇസ് ഈക്വൽ ടു 6. ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എസിൻ്റെ കൂടെ ടിയുടെ ഡിനോമിനേറ്റർ 2ഉം ടിയുടെ കൂടെ എസിൻ്റെ ഡിനോമിനേറ്റർ 3ഉം എഴുതുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആകും. എന്നിട്ട് ഡിനോമിനേറ്റർ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2s പ്ലസ് 3t ബൈ 3 ഇൻറ്റു 2 6 ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇനി 2s പ്ലസ് 3t ഇസ് ഈക്വൽ ടു ഈ ഡിനോമിനേറ്ററിൽ കിടന്ന 6 റൈറ്റിലോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായി. 6 ഇൻറ്റു 6 36. ഇനിയും 2 എസിൻ്റെ പ്ലേസിൽ 3 പ്ലസ് ടി കൊടുക്കുക. എസിൻ്റെ വാല്യൂ 3 പ്ലസ് ടി 2 ഇൻറ്റു 3 പ്ലസ് ടി പ്ലസ് 3t ഇസ് ഈക്വൽ ടു 36. 2 ഇൻറ്റു 3 6 പ്ലസ് 2 ഇൻറ്റു ടി 2t. ബ്രാക്കറ്റിന് വെളിയിലുള്ളത് കൊണ്ട് ഉള്ളിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് 3t ഇസ് ഈക്വൽ ടു 36. ഇനി 6 പ്ലസ് 2tയും 3tയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5t, 3 2 5 ഇസ് ഈക്വൽ ടു 36. ഇനി 5t ഇസ് ഈക്വൽ ടു 36 മൈനസ് 6. 36ൽ നിന്ന് ഈ 6 ലെഫ്റ്റിൽ ആഡീഷനിൽ കിടക്കുമായിരുന്നു, റൈറ്റിൽ വന്നപ്പോൾ സബ്ട്രാക്ഷനിലോട്ട് പോയി 30. ഇനി ടി ഇസ് ഈക്വൽ ടു 36 ബൈ 5. 5t എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് 5 ഇൻറ്റു ടി എന്നാണ്. അത് ലെഫ്റ്റിൽ കിടന്ന മൾട്ടിപ്ലിക്കേഷൻ റൈറ്റിൽ വന്നപ്പോൾ ഡിവിഷനിൽ പോയി. ഇസ് ഈക്വൽ ടു 6. ടി ഇസ് ഈക്വൽ ടു 6. അപ്പം ടിയുടെ വാല്യൂ കിട്ടി. ഇനി എസിൻ്റെ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് ടി എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിലോട്ട് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 9. അപ്പോൾ സൊല്യൂഷൻ കിട്ടി. എസ് 9 എന്നും ടി 6 എന്നും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, താങ്ക് യു.